ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് അല്പം പേടിയോടുകൂടിയാണ്. പേടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ അളന്നുകൊണ്ടും ജീവിതത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യവും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നമസ്കാരം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനാണ്. അങ്ങനെ പറയുമ്പോൾ ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് പറഞ്ഞ് MSMൻ്റെ ഭാരവാഹികൾ ഏൽപ്പിച്ച സമയത്ത് വളരെ പേടിയോടുകൂടിയാണ് ഏറ്റെടുത്തത്. പക്ഷേ ഏറ്റെടുത്തത് ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ലഭിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് കൂടിയുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നു നമസ്കരിച്ചു. അപ്പോൾ ആ മനുഷ്യൻ നമസ്കരിച്ചത് ഞാനും നിങ്ങളൊക്കെ നമസ്കരിച്ചതുപോലെയായിരിക്കാം. അപ്പോൾ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നീ തിരിച്ചുപോയി ഒന്നുകൂടി നമസ്കരിക്കണം. നീ തിരിച്ചുപോയി ഒന്നുകൂടി നമസ്കരിക്കണം. നിൻ്റെ നമസ്കാരം എന്തായിട്ടില്ല? ബാക്കി നിങ്ങൾ പറയണം. എൻ്റെ നമസ്കാരം ശരിയായിട്ടില്ല. വീണ്ടും ആ മനുഷ്യൻ നമസ്കരിച്ചു. നമസ്കരിച്ച സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ഇത് ആവർത്തിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, നമ്മളൊക്കെ തിരക്കിനിടയിൽ നമസ്കരിക്കുന്ന നമ്മുടെ നമസ്കാരം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ വെച്ചായിരിക്കുന്നു നമസ്കരിച്ചത് എങ്കിൽ എത്ര തവണ നമ്മളോട് മാറ്റി മാറ്റി നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും എന്ന ചിന്തയാണ് എന്നെ അലട്ടിയത്. പലപ്പോഴും എന്താണ് നമസ്കാരം, എന്തിനാണ് നമസ്കാരം എന്നുള്ളത്, ഇപ്പം ഞാനീ പറയുന്ന വിഷയം എല്ലാവരും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വിഷയമാണ്. എന്താണ് നമസ്കാരം? എന്താ നമസ്കാരം? എന്താ നമസ്കാരം ചോദിച്ചാൽ നമ്മളെന്താ പറയുക? എന്തിനാണ് നമസ്കാരം? ഞാൻ ഖത്തറിൽ വെച്ചിട്ട് ഇതേ ഒരു ചോദ്യം കുറച്ച് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സർ, എൻ്റെ ഉപ്പ എന്നോട് ചോദിക്കും നമസ്കരിച്ചോന്ന്, ഉമ്മ ചോദിക്കും നമസ്കരിച്ചോന്ന്, ആ എന്ന് പറയാനാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ പലപ്പോഴും പലർക്കും രക്ഷിതാക്കളെ പേടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ കീഴിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം ഉത്തരങ്ങളാണ് നമസ്കാരം കൊണ്ടുള്ളത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ അറിയോ? ഈ ഖുർറത്ത അയ്യുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർറത്ത അയ്യുൻ എന്താ? അങ്ങനെ പറഞ്ഞാൽ കേട്ടില്ല. കൺകുളിർമ അല്ലേ? കൺകുളിർമ. എൻ്റെ കൺകുളിർമ എന്ന് പറയുന്നത് അസ്വല, നമസ്കാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അസർ ബാങ്ക് കൊടുത്താൽ നമ്മളെന്താ പറയുക? അല്ലോ അസർ ബാങ്ക് കൊടുത്തോ എന്നല്ലേ ചോദിക്കുക. അതുപോലെ ലൊഹർ കൊടുത്താലോ സമയം എത്ര ആയില്ലേ, ലൊഹർ കൊടുത്തോ. ഉറങ്ങുന്ന സമയത്ത് സുബഹി ബാങ്ക് കേട്ടാലോ ഇത്ര പെട്ടെന്ന് സുബഹി ആയോ എന്നാണ് ചോദിക്കുക. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഇടക്കിടക്ക് ചോദിച്ചിരുന്നു എന്നാണ്. എന്താ ചോദിച്ചത്? നമസ്കാരം എന്ന് പറയുന്ന ആ ആനന്ദ ഉത്സവത്തെ ഞങ്ങൾക്ക് അറിയിച്ചു താ ബിലാലിന്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നമസ്കാരം എന്ന ആനന്ദ ഉത്സവത്തെ ഞങ്ങൾക്ക് അറിയിച്ചു താ എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക് കൊടുക്ക്, എനിക്കെന്ത് ചെയ്യണം? നമസ്കരിക്കണം, ഞങ്ങൾക്ക് നമസ്കരിക്കണം എന്നാ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അലസത, മടി, ഈ സാധനങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ അയാൾ കൃത്യമായി നമസ്കരിക്കാത്തവനാണ് എന്നതാണ്. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ തുടക്കം എന്താണ്? കൃത്യമായി നമസ്കരിക്കാത്തവനാണെന്നാണ്. അപ്പോൾ അലസതയും മടിയുമില്ലാതെ ഒരു മനുഷ്യനെ സജീവമാക്കി നിർത്തുന്നുണ്ട് എങ്കിൽ അയാൾ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മെ പലപ്പോഴും അലസതയും മടിയും പിടിപെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ നമസ്കാരത്തിന് എവിടെയൊക്കെയോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതല്ലേ. ഒരു മനുഷ്യൻ എന്താണ് നമസ്കാരം എന്ന് ചോദിച്ചാൽ
തന്നെ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടാവായ നാഥൻ അഥവാ റബ്ബ്, നമ്മുടെ റബ്ബുമായി കുറച്ച് സമയം ശാന്തമായിട്ട് അവനെ പ്രശംസിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അതുപോലെ പടച്ച തമ്പുരാൻ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകി എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് സലാം വരെയുള്ള ആ സമയത്ത് ശാന്തമായി റബ്ബിനോട് മനസ്സാന്നിധ്യത്തോടു കൂടി, ഹൃദയ സാന്നിധ്യത്തോടു കൂടി അടുക്കുന്ന ഒരു നിമിഷം. അപ്പം അത് ജീവിതത്തിൽ ദിവസവും 5 നേരം ഉണ്ടാകുമ്പോൾ 2 പ്രക്രിയകളുണ്ടാവും. ഒന്ന്, ഇനി നമ്മൾ ളുഹർ നമസ്കരിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് ഈ സുബഹി നമസ്കാരത്തിനിടയിലും പിന്നെന്താണ് ളുഹറിനുമിടയിൽ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകൾ എന്ത് എന്നുള്ളത് ഒരു ഇവാലുവേഷൻ പ്രക്രിയയായിരിക്കും. അത് മനസ്സിലായോ പറഞ്ഞത്? സുബഹിക്കും, ബാക്കി നിങ്ങൾ പറയേ, സുബഹിക്കും ഞാൻ താഴോട്ട് ഇറങ്ങണോ? വേണ്ട. സുബഹിക്കും അതുപോലെ തന്നെ ളുഹറിനുമിടയിൽ എൻ്റെ ഒരു ഇവാലുവേഷൻ പ്രക്രിയ ആയിരിക്കും. നമ്മൾ ഇവാലുവേഷൻ പ്രക്രിയകൾക്ക് വിധേയമാകുന്ന സമയത്ത് ശ്രദ്ധിച്ചാണോ നിർവഹിക്കാറുള്ളത്, അതല്ല അശ്രദ്ധമായാണോ നിർവഹിക്കാറുള്ളത്? വളരെയധികം ശ്രദ്ധിക്കും. എന്നാൽ ഇവാലുവേഷന് പ്രിപ്പയർ ആകുന്ന സമയത്ത് അധികം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇവാലുവേഷൻ ടൂൾ നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? വളരെ ശ്രദ്ധയോടുകൂടി എൻ്റെ സ്കോർ കുറഞ്ഞു പോകരുത് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകാറുണ്ട്. റബ്ബിൻ്റെ അടുത്ത് നമ്മുടെ സ്ഥാനം, മഹത്വം കുറഞ്ഞു പോകരുത് എന്ന കൃത്യതയോട് കൂടിയിട്ട് ഓരോ നമസ്കാര പ്രക്രിയയും നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യണം? നമ്മെ സ്വയം വിലയിരുത്താൻ സാധിക്കണമെന്ന്. സ്വാഭാവികമായിട്ടും ഒരു ഇവാലുവേഷൻ പ്രക്രിയ കഴിയുന്ന സമയത്ത്, ഒരു പരീക്ഷ കഴിയുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ബോധ്യമുണ്ടാകുന്ന ഒരു ബോധ്യതലം എന്താണ്? നാളത്തെ പരീക്ഷയ്ക്ക് ഞാൻ ഇങ്ങനെ പഠിച്ചാൽ മതിയെന്നോ പോരാന്നോ? പോരാ, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി പഠിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടാവും. അപ്പോൾ ഒരേ സമയം നമസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷനുമാണ്, അതോടൊപ്പം എന്താണ്? ഒരു ഇവാലുവേഷനുമാണ്. എവിടെ? കുറഞ്ഞ സമയം. മനുഷ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിലേക്ക് ധാരാളം ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ നാം അറിയാത്തത് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരാറുണ്ട്, അല്ലേ? നമ്മൾ അറിയാതെ കയറി വരാറുണ്ട്. ആ കയറി വരുന്നതിന് മുഴുവൻ എന്ത് ചെയ്യണം? നമ്മിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മാനുഷിക പ്രക്രിയകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഇന്ന സ്വലാത്ത തൻഹ, സൂറത്തുൽ അൻകബൂത്തിലൊരു പ്രയോഗമുണ്ട്, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്തിനാണ് നമസ്കരിക്കുന്നത്? അവൻ്റെ ജീവിതത്തിലെ മോശമായ, നിഷിദ്ധമായ, ആർക്കും അവനു തന്നെ ഗുണമില്ലാത്ത, അവന് ഗുണമില്ലാത്ത അവൻ്റെ ജീവിതത്തിലെ പൈശാചികമായ മുഴുവൻ ചിന്തകളെയും ഇല്ലായ്മ ചെയ്യാനാണ് നമസ്കാരം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മാസത്തിൽ, വല്ലാത്ത ചോദ്യം കേട്ടോ, അത് എന്നോടുള്ള ചോദ്യമാണ്, മാസത്തിൽ ഒരു തെറ്റ് വെച്ച് ഞാൻ കളയാണ് എങ്കിൽ എൻ്റെ നമസ്കാരം ഒരു ഫ്രൂട്ട്ഫുൾ ആവില്ലേ? അപ്പോൾ ശരിക്കും ദിവസവും 5 നേരം നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും 5 നേരം നമ്മളെ അളന്നുകൊണ്ട് നമ്മുടെ തെറ്റുകളെ കുറക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെന്നെ പഠിച്ചിട്ടില്ലേ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നിർവഹിക്കുന്ന കർമ്മം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ, ഇന്നലെ ഇശാ നമസ്കരിക്കുന്ന സമയത്ത് കൈകെട്ടുമ്പോൾ എനിക്ക് വല്ലാത്ത പേടി. എന്താ പേടി? എന്തുകൊണ്ടാണ് പേടി? ഇന്ന് രാവിലെ ഇവിടെ വന്നത് സംസാരിക്കണം. ഇത് സംസാരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? ഒന്ന്, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. 2, ഈ ഒരു സംസാരിക്കാൻ എന്നെ ഏൽപ്പിച്ച സമയത്ത് എനിക്ക് തോന്നിയത് എന്താണ്? എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമസ്കാരത്തിൽ വരുന്ന പാളിച്ചകൾ തിരുത്താനുള്ളൊരവസരമായിട്ടാണ് ഇതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ തെറ്റുകൾ വരുന്ന സമയത്ത് ആ തെറ്റുകൾക്ക് പരിചയമായിട്ട് നമസ്കാരത്തെ കാണണം. അപ്പോൾ എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് നമ്മൾ നമസ്കരിക്കുന്നത്? തെറ്റുകൾ നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? ഒന്നൊന്നായിട്ട് കൊഴിഞ്ഞു പോകണം. തെറ്റുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? നന്മകൾ വളരാനും സാധിക്കണം. ഈ ഒരു പ്രക്രിയ നമ്മുടെ നമസ്കാരങ്ങളിൽ ഉണ്ടോ എന്നത്
ശാന്തമായി ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ ഹോൾ അല്പം ശീതീകരിച്ചതാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈമാൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ ഉള്ള അസ്വസ്ഥമാകുന്നുണ്ടോ ഇല്ലേ? സത്യമാണ് നമ്മൾ പറയേണ്ടത്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ വെറുപ്പോട് കൂടിയിട്ട് സംസാരിച്ചൊരു മേഖല ഖന്തക്കിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസർ നമസ്കാരത്തിൻ്റെ സമയം തെറ്റിപ്പോയി എന്ന് വന്ന സമയത്താണ് ശത്രുക്കൾക്കെതിരിൽ പ്രവാചകൻ്റെ ഒരു ശബ്ദം പരുഷമായി വന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ റബ്ബിനോട് ഞാൻ നിർവഹിക്കേണ്ട നമസ്കാര പ്രക്രിയ, എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കേണ്ട എൻ്റെ സംസാര പ്രക്രിയ, ആ പ്രക്രിയക്ക് തടസ്സം നിന്നല്ലോ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭീതിയായിരുന്നു. അപ്പോൾ എന്തിനു നമസ്കരിക്കണം? നമ്മുടെ തെറ്റുകളെ കുറക്കാനായിട്ട്. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു ഇവാലുവേഷനും പ്രിപ്പറേഷനും എന്ന് പറയുന്നു. ഖുർആനിലൊരു പ്രയോഗമുണ്ട്, ഇല്ലൽ മുസല്ലീൻ. എന്താ ഇല്ലൽ മുസല്ലീൻ എന്ന് പറഞ്ഞാൽ? നമസ്കാരക്കാർ ഒഴികെ എന്നതാണ്. പിന്നെ വായു, ഓക്സിജന് അതിൻ്റെ ധർമ്മമുണ്ടല്ലോ അല്ലേ? ഈ ലൈറ്റിന് അതിൻ്റെ ധർമ്മമുണ്ട്, ഈ മൈക്കിന് ധർമ്മമുണ്ട്, നാം ഇരിക്കുന്ന ചെയറിന് ധർമ്മമുണ്ട്, വസ്ത്രത്തിന് ധർമ്മമുണ്ട്, വാച്ചിന് ധർമ്മമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. മനുഷ്യൻ എന്ന് പറയുന്ന നമുക്കും ചില ധർമ്മങ്ങളുണ്ട് അല്ലേ? നമ്മളോടുണ്ട്, നമ്മുടെ കുടുംബത്തിനോടുണ്ട്, സമൂഹത്തോടുണ്ട്, എല്ലാത്തിനോടും നമുക്ക് ധർമ്മമുണ്ട്. ആ ധർമ്മമുള്ളതിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ആ ധർമ്മമുള്ളതിൽ, ആ ധർമ്മത്തിന് ഭംഗം വരുന്ന, ആ കടമകൾക്ക് ഭംഗം വരുന്ന എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അത് ഇല്ലാത്തൊരു ടീമാകുന്നു ആര്? നമസ്കരിക്കുന്നവർ. അഥവാ മാനുഷിക ബോധം, മനുഷ്യൻ്റെ കടമകൾ, ഒരു മനുഷ്യനിൽ നിർവഹിക്കപ്പെടേണ്ട എല്ലാവിധ നന്മകളും, അഥവാ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, ക്ഷമയുണ്ടായിത്തീരുക, ഇങ്ങനെയൊക്കെയുള്ള മഹിതമായ പ്രക്രിയകൾ, മാനുഷിക മൂല്യങ്ങൾ വളരുന്ന ഒരു ടീമാകുന്നു ആര്? നമസ്കരിക്കുന്നവർ എന്നാണ്. അപ്പം നമസ്കരിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഇദ് സ്വലാത്തക്, നീ ഒന്നുകൂടി പോയി നമസ്കരിക്ക്. ഫഇന്നക ലം തുസല്ലി, നീ എന്ത് ചെയ്തിട്ടില്ല? നമസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്ന രൂപമായിരിക്കും. അപ്പം നമ്മളിൽ മാനുഷികമായ മൂല്യങ്ങൾ വളർന്നു വരുന്നു. മാനുഷികമായ മൂല്യങ്ങൾ നിലനിർത്തണമെങ്കിൽ ദിവസവും കൃത്യമായി ഈ ഒരു പ്രക്രിയ, ഒരു ഇവാലുവേഷൻ, അതുപോലെ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായിട്ട് അടുക്കുന്ന സമയത്ത് ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ടാണ് ഒരിക്കലൊരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എന്നെ ഒന്ന് ഉപദേശിക്കണം, എന്നെ അങ്ങൊന്ന് ഉപദേശിക്കണം. അത് വലിയ നീട്ടിപ്പരത്തിയല്ല സംസാരിക്കേണ്ടത്, വളരെ ഹ്രസ്വമായി ഒന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞ സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ഉപദേശിച്ചത് എന്താണെന്നറിയോ? ഇദാ ഖുംത ഫീ സ്വലാത്ത്, നീ നമസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ ഫസ്വല്ലി സ്വലാത്ത മുവദ്ദ, നീ ഇപ്പം മരിച്ചു പോകുമെന്ന രൂപത്തിൽ നീ കൈകെട്ടണം എന്നാണ് പറയുന്നത്. അങ്ങനെ കൈകെട്ടിയാൽ എന്താ എൻ്റെ മെച്ചം? എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നമസ്കാരമാണ് എന്ന് ചിന്തിക്കുമ്പോൾ മാക്സിമം പെർഫെക്ഷനോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർവഹിക്കാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ നോക്കൂ, നിങ്ങൾ ഇപ്പം നോമ്പ്, സക്കാത്ത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, രഹസ്യപ്രബോധനം നടക്കുന്ന സമയത്തും സഹാബത്ത് നിർവഹിച്ചു തുടങ്ങിയ ഒരു പ്രക്രിയയാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത്. ദിവസവും 5 നേരത്തെ നമസ്കാരം എന്ന് പറയുന്നത് ഈ രീതിയിൽ അവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പം ഇങ്ങനെ മാറ്റിമറിക്കണമെങ്കിൽ എങ്ങനെയാണ്? സൊല്ലു കമാർ ഐത്തുമൂനി ഉസല്ലി, സൊല്ലു, നിങ്ങൾ നമസ്കരിക്കണം. എങ്ങനെയാണോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുമ്പിൽ അത് കാണിച്ചു തന്നത്, ആ കാണിച്ചു തന്ന അതേ പ്രക്രിയയിൽ, അതേ ഉദ്ദേശത്തിൽ നമസ്കാരമെന്ന് പറയുന്ന പ്രക്രിയയെ വിലയിരുത്താൻ സാധിക്കണം എന്നാണ്. അങ്ങനെയെങ്കിൽ നമസ്കാരത്തെ നമുക്ക് 5ആയി തിരിക്കാം. ഇത് ഞാൻ ചോദിക്കും, പറയണം. ആവശ്യമുണ്ടോ? അങ്ങനെ പറയണോ? നമുക്ക് നമസ്കാരത്തിൽ ഭയഭക്തി കിട്ടേണ്ടതുണ്ടോ? ചോദിക്കുന്ന സമയത്തിന് ഉത്തരം വേണോ? അള്ളാഹു നമ്മുടെ നമസ്കാരം, ആ സമയം നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായി ഉപയോഗിക്കണോ? നമ്മുടെ മനസ്സിൽ ആനന്ദം വേണോ? ഇന്നിവിടെ വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, കൈയുയർത്തി പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, എൻ്റെ നാഥൻ നിലവിൽ ഈ 10-ാം തീയതി വരെ ഞാൻ കഴിഞ്ഞതിനേക്കാൾ
എൻ്റെ സ്ഥാനവും മഹത്വവും അവൻ്റെ അടുത്ത് ഉയരുന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പിക്കാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ നമസ്കാരത്തെ നമ്മൾ 5ആയി കാണണം. അതിലൊന്ന് നമസ്കാരത്തിൻ്റെ രീതികൾ, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരത്തിനിടയിൽ പറയാം. എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഒന്ന് പറഞ്ഞു നോക്ക്. സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക, വാഴ്ത്തുക, ഇങ്ങനെ കുറേ പ്രക്രിയകൾ നമസ്കാരത്തിലുണ്ടോ? ഏതാ സ്തുതിക്കുന്നൊരു വാക്ക് പറയാൻ പറ്റുമോ? അള്ളാഹുവിനെ സ്തുതിക്കുന്നൊരു വാക്ക് അൽഹംദുലില്ലാ. മഹത്വപ്പെടുത്തുന്ന വാക്ക് മാലികി യൗമിദ്ദീൻ, അല്ലെങ്കിൽ അർറഹ്മാനിർ റഹീം, അല്ലേ? ഇങ്ങനെ കുറേ വാക്കുകളില്ലേ? അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലേ? സുബ്ഹാന റബ്ബിയൽ അഅല, ഇങ്ങനെ കുറച്ച് വാക്കുകളുണ്ട്. ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് പറയും? അള്ളാഹുവിനെ സ്തുതിക്കുക, വെറുതെ കേട്ട് പോകരുത് എന്നുള്ളതിനെക്കാട്ടെ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? നിങ്ങൾ ഒരാൾ കൃത്യമായി നമസ്കരിക്കുന്നു എങ്കിൽ പടച്ചവൻ അതിന് പുണ്യം ലഭിക്കണം. അതോടൊപ്പം അതിനേക്കാൾ പ്രാധാന്യമുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വാക്ക് എനിക്ക് നാളെ പരലോകത്ത് എന്ത് ചെയ്യരുത്, എതിരാകരുത് എന്ന പേടിയുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു എന്ന് പറയുന്ന വാക്കുകളില്ലേ? അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം തൊട്ട് ഏതുവരെ? സലാം വരെയുള്ള പ്രക്രിയകൾക്കിടയിൽ നിർവഹിക്കുന്ന കർമ്മങ്ങൾ ഓരോന്നുമില്ലേ? ഇതിനെ നമുക്ക് ഒരു വാക്ക് പറയാം, ദുആഉൽ ഇബാദ എന്ന് പറയാം. എന്താണ് ആ വാക്ക്? ദുആഉൽ ഇബാദ. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു എന്ന പ്രക്രിയയാണ്. അപ്പം കൈ കെട്ടുന്ന സമയത്ത് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനോഭാവം എന്താണ്? ഞാൻ എൻ്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്, അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ പ്രക്രിയ എന്താ വരുന്നത്? എൻ്റെ റബ്ബിനെ ഞാൻ എന്ത് ചെയ്യാണ്? മഹത്വപ്പെടുത്തുന്നു. അർറഹ്മാനിർ റഹീം, ഇല്ലേ? എൻ്റെ റബ്ബിനെ ഞാൻ വാഴ്ത്തുന്നുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഫാത്തിഹ ഇല്ലാത്ത ഒരാളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ? സ്വീകരിക്കൂല. നമസ്കാരം എന്ന് പറയുന്നത് നമ്മളും പടച്ചവനും തമ്മിൽ നടക്കുന്ന എന്താണ്? നമ്മളും പടച്ചവനും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ്. ആ സംഭാഷണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഒരാൾ സംസാരിച്ചാൽ വേറൊരാൾ എന്ത് ചെയ്യണം? ചിലത് സംസാരിക്കണ്ടേ? അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ പടച്ചവൻ എന്താ പറയുന്നത്? പടച്ചവൻ പറയണ്ടേ? വേണ്ടേ? അറിയോ പടച്ചവൻ എന്താ പറയുന്നത് എന്നുള്ളത്? നമ്മൾക്ക് സമയമില്ലല്ലോ അതിന്. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാൻ റഹീം, മാലികി യൗമിദ്ദീൻ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ നമസ്കരിക്കുകയല്ലേ? അങ്ങനെ നമ്മൾ നമസ്കരിക്കുമ്പോൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഇദ് സ്വലാത്തക് എന്ന് പറഞ്ഞില്ലേ? നീ ഒന്നുകൂടി ആവർത്തിക്കുന്നു പറഞ്ഞില്ലേ? അവിടെ നോക്ക്. അപ്പൊ അവിടെ നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അമാനി മൗലവിയുടെ തഫ്സീറിൽ അവസാനത്തെ ആ ഫാത്തിഹ വിശദീകരിക്കുന്നിടത്ത് മലയാളത്തിൽ എഴുതിയ ഇതിൽ അവസാനത്തെ ഹദീസായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, ഹമദനി അബ്ദി, എൻ്റെ അടിമ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എന്നെ സ്തുതിച്ചിട്ടുണ്ട്. നമ്മൾ അർറഹ്മാനിർ റഹീം എന്ന് പറയുന്ന സമയത്ത് പറയുന്നുണ്ട്, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത് മജദനി അബ്ദി, എന്നെ പുകഴ്ത്തിയിട്ടുണ്ട്. മജദനി അബ്ദി, എന്നെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവസാനം വലി അബ്ദി മാ സഅല, ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള ബന്ധം ഇതാണ്. എൻ്റെ അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകുമെന്ന് പറയുന്ന പടച്ചവന്റെ ഒരു ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ഉറപ്പ് മനമറിഞ്ഞുകൊണ്ട് നിർവഹിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ലഭിക്കും. അപ്പൊ അതിൽ ഒന്നാമത് ഞാൻ പറഞ്ഞത് എന്താണ്? ദുആഉൽ, ഞാൻ മറന്നുപോയി, ദുആഉൽ ഇബാദ. ആ ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, വാഴ്ത്തുക, സ്തുതിക്കുക എന്നീ പ്രക്രിയകൾ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നോ അതിനെ നമുക്ക് ദുആഉൽ ഇബാദ എന്ന് പറയാം. ക്ലിയർ ആണോ? അപ്പോൾ ഒരാൾ സുജൂദിൽ പോകുന്നു. സുജൂദിൽ പോകുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്? സുജൂദിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? സുജൂദ് പോകണോ പ്രാർത്ഥിക്കണമെങ്കിൽ? എന്താ സുജൂദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന? സുബ്ഹാന റബ്ബിയൽ അലീം, അയലാന,
ഓക്കെ, സുബ്ഹാന റബ്ബിയൽ അഅല എന്നുള്ളത് പിന്നെ ദുആഉൽ ഇബാദയാണോ? ആണല്ലോ അല്ലേ. എന്നാൽ വേറൊരു പ്രാർത്ഥനയല്ലേ സുജൂദില്? സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക, പിന്നെ അവസാനം അറിയില്ല, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറയുന്നില്ലേ? അപ്പൊ അതില് ഈ ഗഫിർലി എന്നുള്ള പ്രയോഗമല്ലേ? എന്താ അങ്ങനെ പറഞ്ഞാല്? എൻ്റെ പാപങ്ങൾ പുറത്തു തരണേന്ന്. ഇത് പടച്ചവനെ മഹത്വപ്പെടുത്തലാണോ? ആണോ? അല്ല. അത് പിന്നെന്താ? നമ്മുടെ ആവശ്യമല്ലേ. അപ്പൊ രണ്ടാമത്തെ, നമുക്ക് നമ്മുടെ നമസ്കാര പ്രക്രിയയിൽ കുറെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. റബ്ബുമായി സംസാരിക്കുന്നിടത്ത് നമ്മുടെ ആവശ്യത്തിന് അറബിയിൽ എന്താ നമ്മൾ പറയാ? ഹാജത്ത് എന്ന് പറയാം അല്ലേ? അപ്പൊ രണ്ടാമത്തെ ദുആഉൽ ഹാജ. ദുആഉൽ ഹാജ. അപ്പൊ ദുആഉൽ ഹാജ, ഈ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ. സുബ്ഹാനക, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അത് ദുആഉൽ ഇബാദയാണോ ദുആഉൽ ഹാജയാണോ? പഠിച്ചു പോയാൽ മതി. ദുആഉൽ ഇബാദയാണ്. അല്ലാഹുമ്മ റബ്ബന വബിഹംദിക, അത് ദുആഉൽ ഹാജയാണോ? വബിഹംദിക, അതും ദുആഉൽ ഇബാദയാണ്. അവസാന വാക്ക് നോക്ക്, അല്ലാഹുമ്മ ഗഫിർലി, പടച്ചവനെ എനിക്ക് പുറത്തു തരേണമേ, അതോ ദുആഉൽ ഹാജ. അപ്പൊ രണ്ടാമത്തെ എന്താ? രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നെന്താണ്? ദുആഉൽ ഇബാദ. രണ്ടാമത്തതോ ദുആഉൽ ഹാജ. നമുക്ക് നമസ്കാരത്തിൽ തീരെ സമയം വേണ്ടാത്തൊരു കർമ്മം ഏതാ? ഒരു ഇരുത്തം ഏതാ? ഇടയിൽ ഇരുത്തം. വേഗം നിങ്ങൾ പറഞ്ഞു അല്ലേ? ഇടയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയല്? റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വസ്ഖുനി വദ്നി വഅഫിനി അല്ലാഹു അക്ബർ എന്ന് പറയില്ലേ? ശരിക്കും അതില് 7 ആവശ്യമുണ്ട്. ഈ 7 ആവശ്യവും മനസ്സറിഞ്ഞ് നമ്മൾ പടച്ചവനോട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ 7 ആവശ്യങ്ങൾക്കൊപ്പുറം മറ്റൊരാവശ്യം വേറെ എന്താ ഉള്ളത്? റബ്ബി ഗഫിർലി. നമ്മളിപ്പോൾ ളുഹർ നിസ്കരിക്കാൻ പോവാ, എൻ്റെ പാപം നീ പൊറുക്കണേ. പാപം വരാറില്ലേ? പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളിലും കർമ്മങ്ങളിലൊക്കെ ഓരോന്ന് വരും. പൊറുക്കണേ എന്നുള്ളൊരു ബോധ്യം. ആ പൊറുക്കണേ എന്നൊരു ബോധ്യം വരുമ്പോൾ നമ്മൾ നമ്മളെ വിലയിരുത്തുകയാണ്. എന്നെ തിരുത്തൽ പ്രക്രിയകൾക്ക് വിധേയമാകണം. ഓരോ നിമിഷവും നമ്മുടെ മതത്തിന്റെ ഏറ്റവും വലിയ സൗകുമാര്യത നോക്ക്. ഓരോ നിമിഷങ്ങളിലും നമ്മളെ തിരുത്തിക്കൊണ്ട് മനുഷ്യത്വം നിലനിർത്താൻ നമുക്ക് സാധിക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ നോക്ക്, വർഹംനി, നാഥാ നീ എന്നോട് കരുണ കാണിക്കണം. ഒന്ന് മൂത്രമൊഴിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ, വാ തുറന്നു വെച്ചു അതൊന്ന് അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ഒന്ന് ശ്വാസം വലിച്ചു ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റുന്നില്ല എങ്കിൽ, റബ്ബിന്റെ കാരുണ്യം വേണ്ടേ? വർഹംനി, നീ എന്നോട് കരുണ കാണിക്കണമേ നാഥാ. കഴിഞ്ഞില്ല, വജ്ബുർനി, ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്ക് എനിക്ക് പരിഹാരം ഉണ്ടാകണേ നാഥ, പാപ പരിഹാരങ്ങൾ ഉണ്ടാകണമേ നാഥ. വർഫഅനി, നീ എന്നെ ഉയർത്തേണമേ നാഥ. പിന്നെയോ, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ഈ പ്രൊഫൈൽ ഡയറിയിലുണ്ട്. ഈ ഡയറിയിലുണ്ട്. ഇത് നമ്മൾ മദ്രസയിൽ ഞാനും നിങ്ങളും പഠിച്ചു വന്നതാണ്. ഈ ഡയറിയിൽ എന്തുകൊണ്ട് ഇത് കൊടുത്തു? നമ്മുടെ ജീവിതത്തിൽ അത്ര വലിയൊരു ആയുധമാകുന്നു ഇത്. അത്ര വലിയൊരു ആയുധമാകുന്നു ഇത്. ഇനി നോക്ക് നിങ്ങൾ, വർസുക്കിനി, എനിക്ക് റിസ്ക് നൽകണമേ, അന്നം നൽകണമേ. അന്നം നൽകണമേ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി പെട്ടെന്ന് മനസ്സാന്നിധ്യമില്ലാതെ, ഹൃദയ സാന്നിധ്യമില്ലാതെ, ഒരു അടക്കവും ഒതുക്കവും ഇല്ലാതെ പറഞ്ഞു പോകുന്ന പ്രക്രിയയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പടച്ചവനൊന്ന് ഉത്തരം കിട്ടുമോ? ഇല്ല. വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ബാപ്പമാരില്ലേ, ആ ബാപ്പ ഈ വർസുക്കിനി എന്ന് പറയുന്നതിന്റെ പരിധിയിൽ വരൂലേ? ഇനി നോക്ക് നിങ്ങൾ, വഹ്ദിനി, എനിക്ക് സന്മാർഗം നൽകണമേ, ഗൈഡൻസ് ഉണ്ടാകണമേ. എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇവിടെയാണ് നീ എത്തിപ്പെടേണ്ടത് എന്ന് പറയുന്ന കൃത്യമായ മാർഗനിർദ്ദേശനം ഉണ്ടാകണമേ. എല്ലാ മേഖലയിലും, പഠനത്തിലും ജീവിതത്തിലും കാഴ്ചപ്പാടിലും സമകാലിക സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന ഓരോ മന്ത്രങ്ങളല്ലേ ഇത്? സ്വന്തം പേരെഴുതാൻ അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് പഠിപ്പിച്ചൊരു പ്രക്രിയക്ക് ഇന്നും പച്ചയായി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന, നിലനിൽക്കുന്ന ഒരു കർമ്മമായി ആരാധന എന്ന് പറയുന്നതിനെ വെല്ലാൻ വേറെ എവിടെ സാധിക്കുക? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ പറയുന്നു വആഫിനി,
മാരകമായ അസുഖങ്ങൾക്ക് മുമ്പിൽ എനിക്ക് നീ ആരോഗ്യം നൽകണമേ. അതുപോലെ തന്നെ വാഫുവാൻ, നീ എനിക്ക് ഓരോന്നും നിങ്ങൾ എൻ്റെ പാപങ്ങളൊക്കെ പടച്ചോൻ നീ എനിക്ക് പുറത്ത് എനിക്ക് വിട്ടുവീഴ്ച തരണമേ. ഈ ഒരു പ്രക്രിയ മനസ്സാന്നിധ്യം കൊണ്ട് ഇതെൻ്റെ ആവശ്യമാണെന്ന് അറിഞ്ഞു ചോദിക്കുന്ന സമയത്ത് സമയം വേണോ വേണ്ടേ? നിങ്ങൾ പറയും. നിങ്ങൾക്ക് എന്നോടും ചോദിക്കാമല്ലോ, സമയം വേണോ വേണ്ടേ? എൻ്റെ മനം പറയുന്നു സമയം വേണം. പക്ഷെ അങ്ങനെയാണോ ഞാൻ നിർവഹിച്ചിട്ടുള്ളത്? അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. അവിടെ ആ സമയത്തിരുന്നു കൊണ്ട് ഇതെൻ്റെ എന്താണ് ദ്വാ, എന്ത് ദ്വാ ഒന്നാമത്തെ രണ്ടാമത്തെ നമ്മളാണ് ദ്വാവുൽ, അൽഹംദുലില്ലാ നിങ്ങൾ ശബ്ദം കൂടിയിട്ടുണ്ട് അല്ലേ? ദ്വാവുൽ ഹാജ നമ്മുടെ ആവശ്യമാണിത്. അപ്പോൾ ഒന്നാമത്തതോ ദ്വാവുൽ ഇബാദ. അങ്ങനെയെങ്കിൽ നമസ്കാരത്തിൽ ഇത് രണ്ടു മാത്രമാണോ ഉള്ളത്? അല്ല, ഞാൻ 5 ഉണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ മറ്റൊന്ന് നമസ്കാരത്തിലുള്ള എന്താ അറിയോ? അള്ളാഹുവിന് ചിലത് നമ്മളോട് പറയാനുണ്ട്. അള്ളാഹുവിന് ചിലത് നമ്മളോട് പറയാനുള്ളത്, ആ പറയാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം. നമ്മുടെ ഉമ്മക്ക് നമ്മളോട് ചിലത് പറയാനുള്ളത് കേൾക്കാതിരിക്കുന്ന സമയത്ത് ഉമ്മക്ക് ഉണ്ടാവുന്ന ഒരു അസ്വസ്ഥത അല്ലേ? ഉണ്ടോല്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ പടച്ചവൻ നമുക്ക് ചിലത് പറയാനുണ്ട്. അൽ ഇസ്തിമാഉ ഇലാ കലാമില്ല, അൽ ഇസ്തിമാഉ ഇലാ കലാമില്ല. അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത് പടച്ചവൻ നമ്മോട് പറയുന്നു, അത് ശ്രദ്ധയോടുകൂടി കേൾക്കണം. അതെവിടെയാണ് നിസ്കാരത്തിലുള്ളത്? എവിടെ നിസ്കാരത്തിലുള്ളത്? ഖുർആൻ പാരായണം അല്ലേ? അപ്പൊ ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ ഫാത്തിഹ നമ്മൾ ഓരോരുത്തരും ചൊല്ലണം. അത് കഴിഞ്ഞ് സൂറത്ത് നിർവഹിക്കുന്ന സമയത്തോ ആരേ ഓതേണ്ടതുള്ളൂ? ഇമാമല്ലേ ഓതേണ്ടത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിയുന്ന സൂറത്താണെങ്കിൽ പോലും നമ്മൾ ഓതേണ്ടതുണ്ടോ? നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം. അപ്പൊ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആ ഒരു പ്രക്രിയ നമുക്കിങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതിപ്പോ തീരുവല്ലോ എന്നുള്ള ചിന്തല്ല ഉണ്ടാകേണ്ടത്. എന്നാ ബക്കറന്ന് തുടങ്ങി, ഇയാൾ എപ്പോഴാ നിർത്തുക എന്നുള്ള ചിന്തല്ല ഉണ്ടാകേണ്ടത്. അപ്പൊ അവിടെ വേറൊരു പ്രക്രിയ കൂടിയുണ്ട്. നമുക്ക് ചോദ്യം ഉണ്ടാവും, നമ്മൾ ഒറ്റക്കാണ് നിസ്കരിക്കുന്നതെങ്കിലോ? യഥാർത്ഥത്തിൽ നമ്മൾ നമസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്? നിസ്കാരത്തിൽ നമ്മൾ പറഞ്ഞത് ഇഹ്ദീന അസ്സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേന്ന. ഒറ്റക്കൊരാൾ നമസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്ന പ്രക്രിയ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോ നമുക്ക് സാധിക്കുന്ന ഈ സാധിക്കുന്ന എന്നുള്ളത് ആലസ്യത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇത് ഞാൻ അബ്ദുൽ ജലീൽ എന്ന് പറയുന്ന എന്നോട് ഉറക്കെ എന്നോട് പറയണം. നമുക്ക് സാധിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലാന്ന് വിചാരിച്ചോളൂ, ഈ സമയത്ത് നമുക്ക് നമ്മുടെ അനിയനെ കൂട്ടിയിട്ട് ഉമ്മയെ കൂട്ടിയിട്ട് വീട്ടിൽ ആ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചൂടെ? പ്രൊഫൈൽ വന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ നമുക്ക് മാറ്റിക്കൂടെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഒരു പ്രഖ്യാപനമായി മാറണ്ടേ അത്? എൻ്റെ ജീവിതത്തിൽ ഇനി മുതൽ ഞാൻ ഇങ്ങനെ ചെയ്യുന്നവർക്ക് പടച്ചോൻ്റെ സഹായം ഉണ്ടാവും. നമ്മൾ അറിയാത്ത വിധത്തിൽ സഹായം ഉണ്ടാവും. കാരണം നമ്മൾ പടച്ചോൻ്റെ അടുത്ത് അടുക്കുക, പടച്ചവൻ്റെ ഇഷ്ടദാസന്മാരാകുകയാണ് നമ്മൾ. ആ ദാസന്മാരാകാൻ ഞാൻ വിചാരിക്കാതെ എനിക്ക് മാറാൻ കഴിയോ? ഇല്ല. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയാണെങ്കിലും ആ സൂറത്തുകൾ ഓതുന്ന സമയത്ത് നമുക്കുണ്ടാകേണ്ട ധാരണ എന്താണ്? എൻ്റെ റബ്ബ് എന്നോട് പറയാനുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഞാൻ ശ്രവിക്കുന്നു എന്ന തികഞ്ഞ എന്ത് സാന്നിധ്യം ഉണ്ടാകണം? ഹൃദയ സാന്നിധ്യം ഉണ്ടാകണം. അപ്പൊ ഏതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞത്? ഒന്ന് ദുആഉൽ ഇബാദ, രണ്ടോ ദുആഉൽ ഹാജ. ദുആഉൽ ഹാജ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യങ്ങൾ അല്ലേ? അപ്പൊ ഇത് കുറെ മേഖലയിലുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഈ പുസ്തകം വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇതിൽ ദുആഉൽ ഇബാദ ഏതാണ്, ദുആഉൽ ഹാജ ഏതാണ് എന്നുള്ളത് വേർതിരിക്കണം. മൂന്നാമത്തതോ അൽ ഇസ്തിമാഉ ഇലാ കലാമില്ല, അള്ളാഹുവിന് ചിലത് നമ്മോട് പറയാനുണ്ട്. അതെന്ത് ചെയ്യണം? എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടുകൂടി കേൾക്കണം. അപ്പൊ എത്ര എണ്ണമായി? ഇപ്പോ 3 എണ്ണമായി. ഇനി ജീവിതത്തിൽ നമ്മൾ പലതും പുതുക്കാറില്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ ജീവിതത്തിൽ പുതുക്കുന്ന കാര്യങ്ങൾ? ഇപ്പൊ ഒരു അപ്ഡേഷന്റെ സമയം വന്നു. സ്കൂളുകളിലൊക്കെ സർക്കാർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്.
ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ എത്രയും പെട്ടെന്ന് സമ്പൂർണ്ണയിൽ അവസരം ഉണ്ടെന്നുണ്ട്. ഈ അപ്ഡേഷൻസ് നടത്താൻ എന്തൊക്കെ നമ്മൾ നടത്താറുണ്ട്? ലൈസൻസ് പുതുക്കാറുണ്ട്, പിന്നെന്താ പുതുക്കാറുള്ളത്? കേട്ടില്ലേ? വിസ പുതുക്കാറുണ്ട്, പാസ്പോർട്ട് പുതുക്കാറുണ്ട്, പിന്നെന്താ പുതുക്കാറുള്ളത്? ATM കാർഡ് പുതുക്കാറുണ്ട്. ഇങ്ങനെ കുറേ പുതുക്കൽ പ്രക്രിയ വിധിയാകാണ്ട് ഒരു വിശ്വാസി ഏറ്റവും അധികം പുതുക്കേണ്ടത് എന്താ? ഒരു വിശ്വാസി ഏറ്റവും അധികം പുതുക്കേണ്ടത് എന്താ? ഈ പുതുക്കുക എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? തെജ്ദീദ് എന്ന് പറയാം അല്ലേ? ഏറ്റവും അധികം തെജ്ദീദ്, പുതുമയോടുകൂടി നിർത്തേണ്ടത് എന്താ? വിശ്വാസി അവന്റെ വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസം പുതുക്കുന്നുണ്ട്. അള്ളാഹുവിനോട് ഒരടിമ ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന എപ്പോഴാ അറിയാം നിങ്ങൾക്ക്? എപ്പോഴാ? സുജൂദിലെത്തുമ്പോ. ഒരിക്കല് റബീഉ ഇബ്നു കഅബിൽ അസ്ലമി എന്ന് പറയുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ, പ്രവാചകനോടൊപ്പം എല്ലാ സാധനങ്ങൾക്കും പ്രവാചകനെ സഹായിക്കുന്ന ഒരു സഹാബി, സാമ്പത്തികമായിട്ടും സാമൂഹ്യമായൊക്കെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, റബീഉ, നിനക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നീ ചോദിച്ചോ, ഞാൻ തരാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഈ സഹാബി അല്പം നിശബ്ദത പാലിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ എനിക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം, സ്വർഗത്തിലെത്തണമെന്നാണ് ആഗ്രഹം. പ്രവാചകൻ അല്പം നിശബ്ദതയോടുകൂടി ആ മനുഷ്യനോട് പറഞ്ഞു, എങ്കിൽ നീ എന്തു വർദ്ധിപ്പിക്കണം? സുജൂദ് വർദ്ധിപ്പിക്കണം എന്നാണ്. അപ്പൊ സുജൂദ് വർദ്ധിപ്പിച്ചാലുള്ള സയന്റിഫിക്കായ കുറേ മെച്ചങ്ങൾ നമുക്കറിയാം. രക്തോട്ടം അതൊന്നും അല്ലല്ലോ നമ്മുടെ ആരാധനാ കർമ്മത്തിലെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ തലച്ചോറിലും എല്ലാം മസ്തിഷ്കത്തിലും അതുപോലെ ബ്രെയിനിലൊക്കെ നല്ല രക്തോട്ടം കിട്ടാൻ വേണ്ടി സുജൂദ് വർദ്ധിപ്പിക്കുക എന്നാണോ? അതതിൻ്റെ വേറെ ബെനിഫിറ്റുകളുടെ ഭാഗമാണ്. നമ്മുടെ റബ്ബിനോട് അടുക്കുക, സുജൂദിൽ കടന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് നമ്മൾ ഒന്നാമത്തെ ഇരുത്തത്തിലിരുന്നിട്ട് ഞാനിപ്പോൾ ഒരാളോട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങനെ കൈവച്ച് പറയുന്നതും, ഇപ്പം ഞാൻ നെതനോട് പറയുമ്പോൾ വിരൽ ചൂണ്ടി പറയുന്നതും, അല്ലെങ്കിൽ ഹുദയോട് പറയുന്ന സമയത്ത് വിരൽ ചൂണ്ടി പറഞ്ഞതിന് ഏതിനാ പ്രാധാന്യമുള്ളത്? ഏതിനാ ഷഫ്ന, ഏതിനാ പ്രാധാന്യമുള്ളത്? വിരൽ ചൂണ്ടി പറയുന്നതിനല്ലേ. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ വിരൽ ചൂണ്ടിയിട്ട് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതെന്താ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തജ്ദീദു ഷഹാദ. അടുത്തത് നോക്ക് നിങ്ങൾ, തജ്ദീദു ഷഹാദ, നമ്മുടെ റിന്യൂവൽ ഓഫ് ഷഹാദ. നമ്മുടെ ഷഹാദത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതുക്കുന്നുണ്ട്. സത്യത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ലോകത്ത് വേറെ ആരുമില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്ത് ആദ്യമായി പടച്ച തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് സുജൂദിൽ കിടന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് ആ ചെയ്യുന്ന പ്രക്രിയയിൽ വലിയൊരു ധർമ്മമുണ്ട്, തജ്ദീദു ഷഹാദ. നമ്മൾ ഇത്രയും കാലം നിർവഹിച്ചാൽ അങ്ങനെ ഒരു പ്രക്രിയ വന്നിട്ടുണ്ടോ? നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് നമ്മൾ കൈ പൊക്കും, നമ്മൾ നീച്ചു പോരും. അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്ന, നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കില്ലേ, എന്താണ്? എൻ്റെ കൺകുളിർമയാണ് നമസ്കാരം എന്ന് പറഞ്ഞില്ലേ? നമസ്കാരം എന്ന് പറയുന്ന ആനന്ദദായകമായ അവസ്ഥയെ യാ ബിലാൽ നീ ഞങ്ങൾക്ക് അറിയിച്ചു താ എന്ന് പറയുന്നില്ലേ? ആ അവസരം നമുക്ക് നഷ്ടമാകുന്നു ജീവിതത്തിൽ. ഇത് നഷ്ടപ്പെടുത്തുന്ന ആരാ? നമ്മൾ തന്നെയല്ലേ. ഇതിനൊക്കെ അധിക സമയം വേണോ? വേണ്ട. ഒരു 10 സ്റ്റാറ്റസ് കാണണമെങ്കിൽ നമുക്ക് എത്ര മിനിറ്റ് വേണം? 30 × 3 വേണ്ടേ 10 സ്റ്റാറ്റസ് കാണാൻ അല്ലേ? നമ്മളൊരു 10-15 സ്റ്റാറ്റസ് കാണുന്ന സമയം മാത്രം മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കേണ്ട വലിയൊരു കർമ്മം. അപ്പം ഈ നമ്മൾ ഓരോ ദിവസത്തിൽ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഷഹാദത്ത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പഠിക്കുന്ന ആളുകളായിരിക്കണം. സമകാലിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കണം. അങ്ങനെ ആയിരിക്കണമെങ്കിൽ ഈ നമസ്കാരം എന്ന് പറയുന്നത് ഈ രീതിയിൽ നമ്മൾ നിർവഹിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത്, ഒരാൾ ഒരു ദിവസം എത്ര നേരം കുളിക്കുന്നു? 5 നേരം കുളിക്കുന്നുണ്ട് എങ്കിൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ എന്ന് ചോദിച്ചതുപോലെ 5 നേരം ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ എന്നാണ്.
നമുക്ക് നമ്മുടെ കൂട്ടുകാരോട്, നമ്മുടെ കുടുംബക്കാരോട് പണ്ട് കാലത്തുണ്ടായ വെറുപ്പും വിദ്വേഷമൊക്കെ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ മനസ്സിലാക്കണം, എൻ്റെ നമസ്കാരം എന്തായിട്ടില്ല, ശരിയായിട്ടില്ല, ആ രീതിയിൽ ഞാൻ നിർവഹിച്ചിട്ടില്ല. പിശാചിന് ഇപ്പോഴും എന്നിൽ വളരാനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ട്. പൈശാചികതകൾ എന്നിൽ വളരുന്നുണ്ട്, മാനുഷിക തലങ്ങൾ എന്നിൽ വളരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ഒന്ന്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക, വാഴ്ത്തുക, പുകഴ്ത്തുക. ഇതിന് നമ്മളെന്താ പറയുക? ദുആഉൽ ഇബാദ. രണ്ടാമത്തത്, നമ്മുടെ ആവശ്യങ്ങൾ പടച്ചവനോട് പറയുന്നതിന് എന്ത് പറയും? ദുആഉൽ ഹാജ. പിന്നെയോ അള്ളാഹുവിന് ചിലത് പറയാനുണ്ട്, അത് ശ്രദ്ധയോടുകൂടി നാം ശ്രവിക്കുന്നതിന് അൽ ഇസ്തിമാഉ ഇലാ കലാമില്ല. പിന്നെയോ എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന് എന്ത് പറയും? കേട്ടില്ല? തജ്ദീദു ഷഹാദ. അവസാനം അഞ്ചാമത്തൊരു മേഖല എന്ന് പറയുന്നത് ഈ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സലവാത്തു, അങ്ങനെ പറയുന്നൊരു പ്രയോഗമില്ലേ നമ്മുടെ നമസ്കാരത്തിൽ, അല്ലേ? സർവ്വവിധ ഗ്രീറ്റിംഗ്സ്, അതുപോലെ തന്നെ എല്ലാവിധ മംഗളങ്ങളും സമാധാനങ്ങളും എല്ലാം ആർക്ക് പങ്കുവെക്കുന്നു? ആർക്കാ നമ്മൾ ഗ്രീറ്റിംഗ് അയക്കാർക്കാ? നമുക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടവർക്കല്ലേ? ഇപ്പം പെരുന്നാളിന് നമ്മളൊരു വിശ്വസ് അയക്കുന്ന ആർക്കായിരിക്കും? ആദ്യം അയക്കുന്നതായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്ഥാനം ആർക്കാണോ അവർക്കല്ലേ നമ്മൾ ഏറ്റവും അധികം ഈ മംഗളങ്ങൾ അയക്കേണ്ടത്. ആർക്കാ? നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്ഥാനം ആർക്കാ ഉണ്ടാകേണ്ടത്? അള്ളാഹുവിന്. പിന്നെയോ അപ്പം എന്തിനാ നമ്മൾ അള്ളാഹുവിനെ അങ്ങനെ അയക്കുന്നത്? നന്ദിയുള്ളൊരു ദാസന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. അല്ലെങ്കിൽ നന്ദികേടാകുന്നു അത്. ഇതൊക്കെ പഠിപ്പിച്ച പ്രവാചകനോട് അത്ര പ്രിയമാണ് നമുക്ക്. ഇനിയോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലിബറൽ യുക്തിവാദി ചിന്തകളൊക്കെ വരുന്നിടത്ത് മനുഷ്യന്റെ മനസ്സുകൾ അത്ര സങ്കുചിതമാക്കുകയല്ലേ? അവനിലേക്ക് മാത്രം ഒതുങ്ങുകയാണല്ലോ, അവൻ്റെ സുഖം അവൻ്റെ ദുഃഖം എന്ന് പറഞ്ഞ് ഒതുങ്ങുകയാണല്ലോ. വിശ്വാസികൾ അങ്ങനെയല്ലല്ലോ. വല ഇബാദില്ലാഹി സ്വാലിഹീന്ന, സദ്വൃത്തരായ അള്ളാഹുവിൻ്റെ എല്ലാ മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവർ, അവരോടൊക്കെ വല്ലാത്തൊരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അഥവാ അഞ്ചാമത്തത് ഇർസാലു തഹിനി അത്തഹിനി അത്തി വസ്സലാം. നമ്മുടെ ഗ്രീറ്റിംഗ്, സല്യൂട്ടേഷൻ, ഇതെല്ലാം ഏതൊക്കെയാണ്? ഇർസാൽ, അത്തഹിനിയത്തി വസ്സലാം. നമ്മുടെ എല്ലാം ആർക്ക് അയച്ചു കൊടുക്കുന്നു? അങ്ങനെ മംഗളങ്ങൾ നേരുന്ന ആർക്കാണ്? ഇവർക്കാണ്. അപ്പോൾ ഇതിൽ നമസ്കാരത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥനയെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ളലംതു നഫ്സി എന്ന് പറഞ്ഞ പ്രക്രിയയല്ലേ? ആ പ്രക്രിയ നമ്മൾ ഇതിൽ ഏതാണ്? ദുആഉൽ ഹാജ, ദുആഉൽ ഇബാദ എന്നത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഇത് സാധാരണ ചെറിയ കുട്ടികളല്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അത് വിലയിരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇന്നതാണ്, ഇത് ഇന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ നമസ്കാരത്തിന് ഭക്തി കൂടുമോ കുറയുമോ? എൻ്റെ ചോദ്യം, കൂടുമോ കുറയുമോ? കുറയും. കുറയും, കൂടും. അത് കൂടണമെങ്കിൽ നമുക്കുണ്ടാകേണ്ടത് എന്താണ്? ഞാൻ എന്താ അപ്പോൾ ഈ ഖുർആനിൽ തന്നെ കാണാമല്ലോ, നിങ്ങൾ കള്ള് കുടിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ നിസ്കരിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ നമസ്കരിക്കരുതെന്ന് പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അറിയണം. ഇത്ര കാലമായിട്ട് സൂറത്തുൽ ഫാത്തിഹ ഞാൻ ദിവസവും 17 തവണ ഓതിയിട്ട് അതിനർത്ഥം എനിക്കറിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഹൈ ആണോ പടച്ചവൻ്റെ അടുത്ത് ഏറ്റവും ലോ ആണോ? ലോ അല്ലേ? ChatGPT നമുക്കറിയാം, ഗൂഗിൾ ബാഡ് നമുക്കറിയാം, ഗൂഗിൾ തന്നെ പുതിയ വേർഷൻ ഇന്നലെ മിനിയാതെ ഏതൊരു സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്കറിയാം. ഇനി അതിൽ തന്നെ ഏതെങ്കിലും നൂതനമായ ഏതെങ്കിലും ടെക്നോളജികൾ മുഴുവൻ നമുക്കറിയാം. നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, റബ്ബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു പ്രക്രിയക്ക് നാം സമയം നീക്കി വെച്ചിട്ടില്ല എങ്കിൽ ആലോചിച്ച് പടച്ചവൻ്റെ അടുത്ത് എത്തിയാൽ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മം ഏതാ? നമസ്കാരമല്ലേ? അവൻ നമസ്കാരത്തിൽ അവൻ ഓക്കെ ആണെങ്കിൽ അവൻ്റെ ജീവിതം മുഴുവൻ നന്നായി എന്നല്ലേ? അപ്പം ആ രീതിയിൽ നമ്മുടെ നമസ്കാരത്തെ പരിവർത്തനം നമുക്കുണ്ടാകണം. അതിന് ഇപ്പം നമ്മൾ കൈകെട്ടുന്നു, കൈകെട്ടുകയാണ് എങ്കിൽ നമസ്കാരത്തിൽ കൈകെട്ടുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൈകെട്ടുന്ന സമയത്ത് പിന്നെ എങ്ങനെയെങ്കിലും കൈകെട്ടാൻ പറ്റുമോ? എങ്ങനെ കൈകെട്ടേണ്ടത്? എൻ്റെ വാപ്പ എങ്ങനെയാണ്, എൻ്റെ ഉമ്മ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നല്ലല്ലോ, എൻ്റെ റസൂൽ എങ്ങനെയാണ് പഠിപ്പിച്ചത് എന്നത്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യേണ്ടിയിരുന്നു? പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ലൈബ്രറി പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് നോക്കണം, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിച്ചു മനസ്സിലാക്കണം. ഇന്ന് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ ഓരോ കയ്യിലിരിക്കുന്ന വിരൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അതിന് ഉത്തരങ്ങൾ കണ്ടെത്തി തരാൻ പറ്റും. അപ്പം ഞാൻ ഇത്ര കാലം എൻ്റെ വയറ്റത്താ കൈ കെട്ടിയത്, ഇപ്പോഴും എൻ്റെ വാപ്പയും എല്ലാവരും ഇങ്ങനെ കെട്ടുന്നെന്ന് പറഞ്ഞല്ലോ. അല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സൊല്ലു കമാ റഅയ്തുമുനി ഉസല്ലീന, എങ്ങനെ പഠിപ്പിച്ച് അതേ രീതിയിൽ ചെയ്യണമെന്നാ. അപ്പം നബി എങ്ങനെ ചെയ്തത് എന്നത് അറിയാൻ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രക്രിയകൾക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം അതിനുള്ള സമയം നമ്മൾ നീക്കി വെക്കണം. എൻ്റെ റസൂൽ ഇങ്ങനെ പഠിപ്പിച്ചത്, എൻ്റെ റസൂൽ ഇങ്ങനെ നെഞ്ചത്ത് കൈകെട്ടി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ആ രീതിയിൽ തന്നെ കെട്ടും. അതിനെനിക്ക് ആരെതിരായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ആരെതിരാകാൻ മതി? എൻ്റെ റബ്ബെനിക്കെതിരാകാൻ മതി. എൻ്റെ റബ്ബെനിക്കെതിരാകാൻ മതി. പക്ഷെ സമകാലിക സാഹചര്യങ്ങളിൽ റബ്ബെതിരായാലും ആരെതിരാകാൻ പാടില്ല. അമ്മോനെന്താ വിചാരിക്കുക, എളാപ്പെന്താ വിചാരിക്കുക, ഉപ്പെന്താ വിചാരിക്കുക എന്നല്ലേ ചിന്തിക്കുക. എൻ്റെ പടച്ചോനെന്ത് വിചാരിക്കുന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ഒരു രീതിയിൽ നമുക്ക് നമ്മൾ തന്നെ ഒരു അസ്തിത്വം നൽകണം. അപ്പോൾ റുക്കുവിൻ്റെ രൂപം, സുജൂദിൻ്റെ രൂപം ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് രൂപം കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ പറ്റണം. പിന്നെ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം 5 നേരം നമസ്കരിക്കണം എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇതിൽ ധാരാളം ഇളവുകളും നബി പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിലുള്ള ഇളവിനേക്കാൾ അധികം ഇളവുകൾ ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം എവിടെയാണ്? ഇപ്പം ഞാൻ വയനാട്ടിൽ നിന്ന് 12 മണിക്ക് ബസ് കയറി, ളുഹ്ർ 12:30ക്കാണ്. അപ്പം ഞാൻ 12 മണിക്ക് ബസ് കയറിയാൽ എനിക്ക് ചുരത്തെ ബ്ലോക്കെല്ലാം കഴിഞ്ഞുകൊണ്ടൊരു 3 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് എവിടെ എത്തുള്ളൂ? ഒരു പക്ഷേ അസറിൻ്റെ സമയത്തൊക്കെ എവിടെ എത്തുള്ളൂ? ഞാൻ കോഴിക്കോട് എത്തുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം എനിക്ക് നമസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ? അപ്പം ഞാൻ എന്ത് ചെയ്യുക? ളുഹ്ർ എനിക്ക് എവിടെ നമസ്കരിക്കാൻ? ബസ്സെന്നോ? ബസ് നിസ്കരിക്കുക. ഇനി അതല്ലാത്ത സമയത്ത് എനിക്ക് അസറിന് ഞാൻ കോഴിക്കോട് എത്തുമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ അസർ നമസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ളുഹ്ർ നിസ്കരിക്കുക. അതിന് നമ്മളെന്താ പറയാ? ഖളാ എന്നാ പറയാ. ഖളാ എന്ന് പറയുന്നൊരു പ്രക്രിയ ഇല്ല കേട്ടോ. ശരിക്കും പഠിക്കേണ്ടതാണ്. ജമ്മും കസറും ഉണ്ട്. ജമ്മും കസറും എന്ന് പറഞ്ഞാൽ എന്താ? 2 രീതിയുണ്ട്. ആ ളുഹ്ർ നമസ്കാരത്തെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസറിലേക്ക് ചേർക്കാം. അസറിലേക്ക് ചേർക്കാം. അപ്പം അതിന് ജമ്മു തഖീർ എന്ന് പറയാം. അങ്ങനെ പറയാം, ജമ്മു തഖീർ, അസറിലേക്ക് ചേർത്ത് നിസ്കരിക്കുന്നു. അതിനെനിക്ക് കസറുമാക്കാം. കസറുമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? 4 റക്അത്തുള്ള ളുഹ്റിനെ എന്ത് ചെയ്യാം? 2 റക്അത്താക്കിയിട്ട് നമസ്കരിക്കാം. അപ്പം ഞാൻ കോഴിക്കോട് എത്തിയിട്ട് 2 റക്അത്തായിട്ട് ആദ്യം ളുഹ്ർ നമസ്കരിക്കുന്നു. ഈ ഒരു ഇളവ് ഇസ്ലാമിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ശരിക്കൊരു ബാഡനാവൂലേ മതം എന്ന് പറയുന്നത്? അദ്ദീനു യുസുർ, മതം എളുപ്പമാണ് എന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും എളുപ്പത്തിലാണ് പഠിപ്പിച്ചത്. ഇനി രണ്ടാമത്തത്, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം? 2 റക്അത്ത് എന്ത് നിസ്കരിക്കാം? അസറും നമസ്കരിക്കാം. ഇനി അതല്ല, ളുഹ്റിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കയറുന്നുവെങ്കിലോ അസറിന് ഇവിടെ എത്തൂല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് ജമ്മാക്കാം. എൻ്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് ജമ്മാക്കാം. 4 റക്അത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? എന്ത് നിസ്കരിക്കുന്നു? ളുഹ്ർ നമസ്കരിക്കുന്നു. തുടർന്ന് ഞാൻ 4 റക്അത്ത് എന്ത് ചെയ്യുന്നു? അസർ നമസ്കരിക്കുന്നു. എന്നാൽ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചിട്ട് വഴിമധ്യയാണെങ്കിലോ ഇത് രണ്ടും എനിക്ക് എന്താക്കിയാൽ മതി? 2 റക്അത്ത് മതി. അപ്പം യാത്രക്കാർക്ക് എന്ത് പറ്റുള്ളൂ? കസർ പറ്റുള്ളൂ. ജമ്മ എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമുക്ക് നിർവഹിക്കാം. ക്ലിയർ ആണോ? അപ്പം ജമ്മ് എന്ത് ചെയ്യാൻ പറ്റും? ജമ്മു തഖീറും ഉണ്ട്, ജമ്മു തഖ്ദീമും ഉണ്ട്. ഇത് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം, ഇത് ഞാൻ എന്താ നിർവഹിക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ ജമ്മും കസറും ആക്കാൻ പറ്റാത്ത ഒരു നമസ്കാരമുണ്ട്. ഏതെന്നറിയോ? ഏതാ? സുബ്ഹി നമസ്കാരം. അത് ജമ്മു ആക്കാൻ പറ്റൂല, കസറും ആക്കാൻ പറ്റൂല. എന്നാൽ കസറാക്കാൻ പറ്റാത്ത 2 നമസ്കാരമുണ്ട്. അതേതൊക്കെയാണെന്നറിയോ? മഗ്രിബ് നമുക്ക് 1:30 നിർത്താൻ പറ്റുമോ? ഇല്ല. അതോടൊപ്പം സുബ്ഹിയും പറ്റില്ല. എന്നാൽ മഗ്രിബിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇശായിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജമ്മാക്കാൻ പറ്റും. ജമ്മു തഖീറാക്കാൻ പറ്റും. അതുപോലെ ഇശായിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മഗ്രിബിലേക്ക് ജമ്മു തഖ്ദീമും ആക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ അറിഞ്ഞ്, അപ്പം നമുക്ക് ഒരിക്കൽ പോലും നമസ്കാരം എന്ന് പറയുന്നൊരു സാധനത്തെ, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ അവസാന സമയത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ആകുലതയിൽ ചിന്തിച്ചിരുന്നു എന്നാണ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കുന്നത് ഏതാ? അള്ളാഹുവിൻ്റെ ഇഷ്ടമുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിപ്പോൾ ആരും ചോദിക്കുന്നില്ലല്ലോ, അത് പരലോകം കുറേ കഴിഞ്ഞിട്ടല്ലേ ഉള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ നീക്കി വെക്കുന്നത് പലപ്പോഴും എന്താണ്? അതുകൊണ്ടല്ലേ പലപ്പോഴും പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സ്ത്രീകൾ എന്ന് ഞാൻ പറഞ്ഞ തെറ്റാന്ന് എനിക്കറിയില്ല, നിങ്ങളുണ്ടെങ്കിൽ തിരുത്തി തരണം എനിക്ക്. നമ്മൾ ആ ഒരു ഒലുവിലല്ലേ ളുഹ്റും അസറും കൂടി നിസ്കരിക്കൽ, ആ അവസാനത്തേക്ക് നീക്കുക എന്നൊക്കെ എന്താ? അടിക്കുന്നത്, തുടക്കുന്നത്, അതുപോലെ തന്നെ കുളിപ്പിക്കുന്നത്, ഈ പണികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും?
നീക്കി വെക്കൂല. അവിടെ ആ സമയത്ത് അത് മാറ്റിയിട്ട് ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മാറ്റി വെച്ചാലോ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന ഈ മറ്റ് സംസ്ഥാനത്തുള്ള തൊഴിലാളികളിലെ അതിലൊക്കെ ചില ഖുർആനൊക്കെ മനപ്പാടമാക്കിയിരിക്കുന്ന വല്ലാത്ത ഹാഫിലിങ്ങളായ ആളുകൾ അവരെ നാട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കെട്ടുപണികളും മറ്റൊക്കെ എടുക്കുന്നുണ്ട്. അവരെ കാണുന്ന സമയത്ത് ഒരുപക്ഷെ അവരടുത്തിരിക്കുമ്പോൾ അവരുടെ വിയർപ്പ് നമുക്ക് മണത്തേക്കാം, ഒരു ദുർഗന്ധം ഉണ്ടായേക്കാം. അവരെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റസിലൊന്നും ഒരുപക്ഷെ പറ്റിക്കൊള്ളുന്നില്ല എന്നൊക്കെ നമ്മുടെ ഉള്ള് മന്ത്രിച്ചേക്കാം. പക്ഷെ അവരിൽ കാണുന്ന ചില ആളുകളുടെ മര്യാദ ഉണ്ടല്ലോ, അവർ കൃത്യമായിട്ട് ഇപ്പം എൻ്റെ മുട്ടിലുണ്ട്, സുബഹയ്ക്ക് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് എത്തും. ഓലെ എല്ലാ ദിവസവും പണിയായിരിക്കും. ഇനി ലുഹറിനൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു പലകയിട്ടിട്ട് അവിടെ നിന്നിട്ട് നിസ്കരിക്കുന്ന മനുഷ്യന്മാരെ കാണാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രൊഫൈലിന് വന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം, അതെൻ്റെ റബ്ബുമായി അടുക്കുന്നതായിരിക്കണം എന്നൊരു പ്രഖ്യാപനത്തിന് ഇനി നമുക്ക് എന്താണ് തടസ്സമുള്ളത്? അപ്പം ആ രീതിയിൽ നമ്മുടെ നമസ്കാരത്തെ നാം തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഓരോ മിനിറ്റിലും കൃത്യമായി നമ്മൾ നിർവഹിക്കുക. ഇനി ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ് നമ്മൾ നമസ്കാരത്തിന് ശേഷം എത്ര വട്ടം പറയണോ? ഈ ചെങ്ങായി എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? 33 വട്ടം പറയണോ? പലപ്പോഴും നമ്മൾ ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഇത് ഞാൻ എന്നെ വിലയിരുത്തിയിട്ടാണോ? നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളെന്താ നോക്കുക, മൊബൈൽ എടുത്തിട്ട് നമ്മൾ അത്ര അസ്വസ്ഥമാക്കിയിട്ടുണ്ട് ഈ മൊബൈലുകൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ. ശരിയല്ലേ? ഉറപ്പല്ലേ? ഇപ്പം ഞാൻ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ആ സാധനം അവിടെ കൊടുത്തിട്ടാണ് കയറിയത്. കാരണം ഒരു പക്ഷേ ഇത് കിടന്നിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പം നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് തന്നെ ഈ സാധനം ഉണ്ടാവും. ചില മനുഷ്യരൊക്കെ എന്ത് ചെയ്യുന്ന അറിയോ, ബെല്ലടിച്ചോട്ടെ അതിങ്ങനെ ബെല്ലടിക്കും. കാരണം ആ ബെല്ലിന് മാറ്റി വെച്ചാൽ എൻ്റെ നിസ്കാരം പോകുന്ന വിചാരിക്കണേ. പള്ളിയിലുള്ള 50 ആൾക്കാരുടെ നിസ്കാരം എന്തായിട്ടുണ്ടാവും, പോയിണ്ടാവും അല്ലേ? അങ്ങനെ കുറേ മനുഷ്യരെ കാണാം. അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇതിലേക്ക് ഏറ്റവും അധികം ഇങ്ങനെ ഇത് ചെല്ലാൻ ഞാൻ വെറുതെ നിങ്ങളൊരു 33 വട്ടം എന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ് ചൊല്ലണം. പതുക്കെ ചൊല്ലിയാൽ മതി. ആദ്യം ചൊല്ലിക്കഴിയുന്ന ആൾ വെറുതെ ഒന്ന് കൈപ്പൊക്കണം. പിന്നെ അതിലും സ്റ്റോപ്പ് വാച്ച് ഒന്ന് ഓൺ ചെയ്യും. വെറുതെ നിങ്ങളെ കയ്യിലുള്ള സ്റ്റോപ്പ് വാച്ച് വെറുതെ ഒന്ന് ഓൺ ചെയ്തേക്ക്. ആദ്യം ഒരാൾ കൈപൊക്കിയാൽ നമുക്ക് എത്ര സമയം വേണമെന്ന് വെറുതെ ഒന്ന് നോക്കാം. റെഡിയാണെങ്കിൽ പറഞ്ഞ മനസ്സിലായോ? ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് എത്ര വട്ടം? നിങ്ങൾ പതുക്കെ ചൊല്ലിയാൽ മതി, കേൾക്കൊന്നും വേണ്ട. 33 വട്ടം ചൊല്ലണം. അപ്പോൾ ആദ്യം ഒരാൾ ഒന്ന് കൈപൊക്കുക, ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്ന് കൈപൊക്കുക. ഓക്കെ, തുടങ്ങല്ലേ? സ്റ്റാർട്ട്. കഴിഞ്ഞാൽ കൈപൊക്കണേ, വെറുതെ കൈപൊക്കിയാൽ മതി, വേറെ ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്തോ? മതി. എത്ര സെക്കൻഡ് സർ? 13 സെക്കൻഡ്. ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിലേക്കുള്ള ചോദ്യം കേട്ടോ. വെറും 13 സെക്കൻഡ് കൊണ്ട് നമുക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പറ്റിയെങ്കിൽ, അല്പം മനസാന്നിധ്യത്തോടു കൂടി പറയുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡ് എടുക്കുക. എങ്കിൽ വരെ ഒരു സ്റ്റാറ്റസ് നോക്കിക്കഴിയുന്ന, ഒരു സ്റ്റോറി നോക്കിക്കഴിയുന്ന സമയമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ 3 എണ്ണം പറയാൻ നമുക്ക് എത്ര സമയം വേണം? എൻ്റെ റബ്ബെനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എൻ്റെ നാഥ എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ്, വാത്സല്യനിധിയായ ഒരു മാതാവിനെ നീ എനിക്ക് നൽകിയില്ലേ? എത്ര പ്രശ്നങ്ങളിൽ കഴിയുന്ന മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. നാഥ, എനിക്ക് നീ ആരോഗ്യം നൽകിയില്ലേ? സുബ്ഹാനല്ലാഹ്. എന്നെ പോലെ പഠിക്കാൻ ആഗ്രഹമുള്ള എത്ര മക്കള് എൻ്റെ പരിസരങ്ങളിൽ പഠിക്കാൻ കഴിയാതിരിക്കുന്നുണ്ട്. എനിക്കതിന് അവസരം നൽകിയില്ലേ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ റബ്ബ് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് സുബ്ഹാനല്ലാഹ്, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ മനനപ്രക്രിയ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭൗതിക പശ്ചാത്തലങ്ങൾ, ഞാൻ നിലനിൽക്കുന്ന എൻ്റെ സംഘടന, നിങ്ങൾ ആലോചിച്ച് നോക്ക്. മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പറയാനില്ലാത്തത് വിളിച്ചുകൂട്ടിയിരുത്തിക്കൊണ്ട് സ്വന്തത്തെ അളർന്ന് റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ തൃപ്തിയുള്ളവരായി തീരണം എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് മന്ത്രിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കുടക്കീഴിൽ നിൽക്കാൻ ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെ കണ്ട് എണ്ണിയാൽ 33 തവണയാ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുക. എണ്ണിപ്പറ, അൽഹംദുലില്ലാ എന്ന് പറ. എൻ്റെ മോൻ ഷോർട്സുകൾ കാണുന്ന സമയത്ത്, ഫലസ്തീനിലെ ഓരോ കുട്ടികൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങൾ കാണുന്ന സമയത്ത്
7ാം ക്ലാസ്സുകാരനായ മോൻ പറഞ്ഞു, ബാപ്പാ മാറ്റത്, ഉപ്പച്ചതൊന്നും മാറ്റ്, കാണാൻ സാധിക്കുന്നില്ല, അത്രമാത്രം പ്രയാസമുണ്ട്. എന്നിട്ടും നമ്മളിവിടെ അത്ര സുഖത്തിൽ ജീവിക്കുന്ന സമയത്തും അൽഹംദുലില്ലാ എന്ന മന്ത്രം, വീടുകൾ പൊളിഞ്ഞു, ബാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല, ഞാൻ മാത്രമായി അവശേഷിക്കുന്ന സമയത്തും എന്താ വിശേഷം ചോദിക്കുന്ന സമയത്ത് ചാനകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ അവർക്ക് സാധിച്ചു എങ്കിൽ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് നമസ്കാര ശേഷം പറയാൻ വിമുഖത കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ മുസ്ലിം അല്ലെങ്കിൽ മുനാഫിക്, കാഫിർ ഏത് ഗണത്തിൽപ്പെടും? വിലയിരുത്തുക, സ്വന്തത്തെ വിലയിരുത്തുക, ഉത്തരങ്ങൾ സ്വയം കണ്ടെത്തുക. നമ്മുടെ ജീവിതം നമുക്ക് ആനന്ദമുള്ളതാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ എൻ്റെ നമസ്കാരം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ കൺകുളിർമയാണ് എന്ന് പറയുന്ന ആ പ്രക്രിയയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം. അതിന് റഹ്മാനായ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വൈലുല്ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ പടച്ചവൻ നമ്മെ ഉൾപ്പെടുത്താതിരിക്കുമാറാകട്ടെ. നമസ്കരിക്കാരെ പടച്ചവൻ സ്വീകരിക്കുന്ന, ആ സ്വീകരിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ സ്വീകാര്യത ലഭിക്കുന്ന യഥാർത്ഥ മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.